മലയാള സിനിമയിൽ ഒരു കാലത്ത് ഹരമായിരുന്നു ഉണ്ണിമേരി. ഉണ്ണിമേരി ബാലതാരമായാണ് സിനിമയിൽ എത്തിയത്. പിന്നീട് മാദക സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി മാറി. ജയനോടൊപ്പവും സോമനോടൊപ്പവും ഒക്കെ നസീറിനോടൊപ്പവും ഒക്കെ ഒരുപാട് വേഷങ്ങൾ ചെയ്തു ഉണ്ണിമേരി. തച്ചോളിയമ്പു എന്ന ചിത്രത്തിലെ അനുരാഗ കളരിയിൽ അംഗത്തിന് വന്നവളെ എന്ന ആ പാട്ടിൽ നസീറിനോടൊപ്പം മാതക നിറഞ്ഞമാടിയ ഉണ്ണിമേരിയെ അന്നത്തെ പ്രേക്ഷകർ സെക്സിൻ്റെ സിമ്പലാക്കി മാറ്റി. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ഉണ്ണിമേരി കൂടുമാറി. തമിഴിലും വലിയ സ്വീകരണമാണ് നടിക്ക് ലഭിച്ചത്. തമിഴിൽ ദീപ എന്ന പേരിലാണ് ഉണ്ണിമേരി അറിയപ്പെട്ടത്. ഉണ്ണിമേരി എന്ന പേര് തമിഴർ സ്വീകരിക്കില്ലെന്ന് തമിഴ്നാട്ടിലെ പ്രശസ്ത നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഉണ്ണിമേരിയോട് പറഞ്ഞപ്പോൾ ദീപ എന്ന പേര് അവർ സ്വീകരിച്ചു. കമൽഹാസൻ്റെ വരെ നായികയായി അവർ അക്കാലത്ത്. തമിഴിലും കത്തിജ്വലിച്ചു നിന്നു ഉണ്ണിമേരി. ശരീര സൗന്ദര്യ പ്രദർശനത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിരുന്നില്ല ഉണ്ണിമേരി. എത്രത്തോളം ശരീരം പ്രദർശിക്കാമോ അത്രത്തോളം ശരീരം പ്രദർശിപ്പിക്കാൻ ഉണ്ണിമേരി തയ്യാറായിരുന്നു. ഉണ്ണിമേരിയുടെ കണ്ണുകൾ കാമാസക്തിയുടെ പ്രതീകമാണെന്ന് അക്കാലത്ത് പ്രശസ്ത പത്രപ്രവർത്തകൻ മധു വൈപ്പന എഴുതിയിട്ടുണ്ട്. കണ്ണുകൾ കൊണ്ട് കാമം ജനിപ്പിക്കാൻ ഉണ്ണിമേരിക്ക് പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് ഉണ്ണിമേരിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ബന്ധത്തെ കുറിച്ചാണ്. അത് മറ്റാരുമായുള്ള ബന്ധമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുമായുള്ള ബന്ധം. പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുമായുള്ള ബന്ധം. ഉണ്ണിമേരി തമിഴ്നാട്ടിലെ കോൺഗ്രസിൽ ചേർന്നു. രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൽ അവർക്ക് വലിയ സ്വീകരണം ലഭിച്ചു. ഉണ്ണിമേരി തിരഞ്ഞെടുപ്പിന് നിൽക്കാൻ ഒരുങ്ങി. രാജീവ് ഗാന്ധി ഉണ്ണിമേരിക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഉണ്ണിമേരിയും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമായിരുന്നോ അതോ മറ്റൊരു തരത്തിലുള്ള ബന്ധമായിരുന്നോ എന്ന് അറിയില്ല. എന്തായാലും രാജീവ് ഗാന്ധിയുടെ സംരക്ഷണത്തിൽ ഉണ്ണിമേരി തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ മുൻനിരയിൽ എത്തി. ദീപയായി മാറിയ ഉണ്ണിമേരി തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ മുൻനിരയിൽ എത്തി. തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗം നേതാവായി ഉണ്ണിമേരി അതിവേഗം ഉണ്ണിമേരി എന്ന് പറയാൻ പറ്റില്ല, ദീപ അതിവേഗം വളർന്നു. ദീപയ്ക്ക് വേണ്ടി മണ്ഡലവും കണ്ടെത്തി രാജീവ് ഗാന്ധി. പക്ഷേ പെരുമ്പഴുതൂരിൽ നടന്ന സ്ഫോടനം ഉണ്ണിമേരിയുടെ രാഷ്ട്രീയ പ്രതീക്ഷകളെ തകർത്ത് തരിപ്പണമാക്കി. ആ സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. രാജീവ് ഗാന്ധി മരിച്ചതോടെ കോൺഗ്രസ്സുകാർ ഉണ്ണിമേരിയെ തഴഞ്ഞു. ഉണ്ണിമേരിയെ പിന്നീട് കോൺഗ്രസ്സുകാർ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടെ ഉണ്ണിമേരിയുടെ രാഷ്ട്രീയ മോഹങ്ങൾ അവസാനിച്ചു. ഒരുപാട് പ്രതീക്ഷയുമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഉണ്ണിമേരിക്ക് ഒന്നുമാകാതെ സിനിമയിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. തമിഴ് സിനിമ മാറ്റങ്ങൾക്ക് വിധേയമായ കാലം. ദീപ എന്ന ഉണ്ണിമേരിയെ തഴഞ്ഞ് പുതിയ നായികമാർ തമിഴ് സിനിമയിൽ എത്തി. കുശുബുവും ഭാനുപ്രിയയും അടക്കമുള്ള നായികമാർ. ഇവിടെ ഉണ്ണിമേരിക്ക് അടിയറവ് പറയേണ്ടി വന്നു. തിരികെ മലയാളത്തിലെത്തിയെങ്കിലും ശക്തമായ വേഷങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. അമ്മ വേഷങ്ങളിലൊക്കെ അഭിനയിച്ച് അല്ലെങ്കിൽ ഉപനായികയായി അഭിനയിച്ച് തൃപ്തിപ്പെടേണ്ടി വന്നു അവർക്ക്. ഉണ്ണിമേരിയുടെ ദാമ്പത്യം പലപ്പോഴും തകർച്ചയുടെ വക്കിലായിരുന്നു. കാണാമറയത്ത് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്താണ് കാരണമെന്ന് പത്രപ്രവർത്തകർ എഴുതിയത് ദാമ്പത്യ തകർച്ചയാണ് കാരണം എന്നാണ്.
എന്തായാലും ഉണ്ണിമേരി ഇപ്പോഴുമുണ്ട്. ഇടയ്ക്ക് ഉണ്ണിമേരി ക്രൈസ്തവ വിശ്വാസിയായി മാറി. ക്രൈസ്തവ സഭകളിൽ ഉണ്ണിമേരി സജീവ സാന്നിധ്യമായി മാറി. പിന്നീട് അതൊക്കെ വിട്ട് ഉണ്ണിമേരി വീണ്ടും ലൈംലൈറ്റിൽ എത്തിയിരിക്കുന്നു. പക്ഷേ പണ്ടത്തെ സൗന്ദര്യത്തിൻ്റെ നിഴൽ മാത്രമാണ് ഉണ്ണിമേരി ഇപ്പോൾ.